ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ നമ്മുടെ റമദാൻ തീരാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2-3 നോമ്പ് കൂടിയേ ഉള്ളൂ. ആദ്യത്തെ 10 ഓർക്കാൻ കിട്ടുന്നുണ്ട്, രണ്ടാമത്തെ 10 എനിക്ക് ഓർക്കാൻ പോലും കിട്ടുന്നില്ല, ഒരു ദിവസം പോലും ഓർത്തിട്ട് കിട്ടുന്നില്ല. അവസാനത്തെ 10 തീരാറുമായി. അപ്പോ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒരു ആലോചിക്കുമ്പോൾ. റമദാൻ തീരാറായി, നോമ്പ് കഴിയാണെന്ന് ആലോചിക്കുമ്പോൾ കുറച്ചുകൂടി റബ്ബ് നമ്മളുടെ അടുത്ത് നിൽക്കുന്ന മാസം എന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അല്ലാത്ത എല്ലാ മാസങ്ങളിലും ആയിരിക്കാം, പക്ഷെ നമ്മൾ അത് യൂസ് ചെയ്യുന്നത് കൂടുതലും ഈ ഒരു മാസത്തിലായിരിക്കുമല്ലോ. ഞാൻ ഒരു ചരിത്രത്തിൽ നിന്ന് ഒരു ഭാഗം ഞാൻ വായിച്ചതാണ് കേട്ടോ. അതായത് സ്വഹാബത്തുകള് റമദാനിലെ റമദാന് 6 മാസം മുന്നേ തൊട്ട് അവര് വരവേൽക്കുമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്ത് റമദാനില് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നോമ്പെടുക്കുക, കുറച്ചധികം നേരം ഖുർആൻ പാരായണം ചെയ്യുക, രാത്രി നിന്ന് നമസ്കരിക്കുക, ഖിയാമുൽ ലൈല്. അപ്പൊ ഇവരിത് റമദാനിലെ വരവേറ്റുകൊണ്ട് എന്ത് എന്ത് ചെയ്യുക, ഇടക്കിടക്ക് നോമ്പെടുത്തുകൊണ്ടിരിക്കും. അതായത് റമദാന് ഓർക്കാൻ വേണ്ടിയിട്ട് ഇടക്കിടക്ക് നോമ്പെടുക്കുക, ഖുർആൻ പാരായണം അധികരിപ്പിക്കുക, ഖിയാമുൽ ലൈൽ ഇടക്കിടക്ക് നമസ്കരിച്ചുകൊണ്ടിരിക്കുക. സ്ഥിരമല്ല കേട്ടോ, ഇടക്കിടക്കിടക്ക്. അപ്പൊ അവരങ്ങനെ നോമ്പിനെ വരവേൽക്കും. അത് കഴിഞ്ഞിട്ട് റമദാനിൽ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ആ ഒരു സത്ത, അതവര് 6 മാസം വരെ ആ ചൈതന്യം കൊണ്ട് നടക്കും. റമദാനില് നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ റമദാൻ കഴിഞ്ഞു, ഇനിയിപ്പോ വേണ്ട, കഴിഞ്ഞല്ലോ, വിട്ടേക്ക്, ആ ഒരു മനോഭാവമല്ല. അടുത്ത റമദാൻ വരെ എന്നില്ല, 6 മാസം വരെ അവരത് കൊണ്ടു നടക്കും. അപ്പോൾ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു സ്വഭാവം മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് കളയാം. എളുപ്പമല്ല കേട്ടോ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ടൈം എടുത്താലും അങ്ങനെ ആവുക എന്ന് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സുബഹി നമസ്കരിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും. ഞാൻ അതിൽപ്പെട്ട ഒരാളാണ്. കാരണം ഉറങ്ങിക്കഴിഞ്ഞ് എണീക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ റമദാൻ തെളിയിക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒന്നാണ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റും വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഇത് ഇനി റമദാൻ കഴിഞ്ഞ് കഴിഞ്ഞാലും തുടർന്നു പോവുക എന്നുള്ളൊരു, ഇൻഷാ അള്ളാ, അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്താ, റമദാൻ കഴിഞ്ഞിട്ട് വിടുക എന്നല്ല, റമദാനിൽ നമ്മൾ ചെയ്തു പോകുന്ന നമ്മൾ കുറേ ബാരിയേഴ്സ്, നമ്മളുടെ തന്നെ ബൗണ്ടറി അങ്ങോട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എത്ര എനിക്ക് പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ അതിൽ കൂടുതലും പറ്റും, അതിൽ കൂടുതൽ ഞാൻ ചെയ്തു. അപ്പൊ അതൊക്കെ ഇനി അതുപോലെ ചെയ്യാൻ പറ്റണം ഇൻഷാ അള്ളാ. അപ്പോൾ വേറൊന്നുമല്ല, ഇൻഷാ അള്ളാ ഞാൻ ലോങ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചൈനയിൽ. എന്തായാലും ചൈനയിൽ ഞാൻ വന്നിട്ട് ഒരു നോമ്പ് എടുക്കണ്ടല്ലേ, അപ്പൊ എന്തായാലും കാണിക്കാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ.